ഗൈസ് നമ്മൾ കോഴിക്കോട് എത്തിയിട്ട് മൂന്നാമത്തെ ഡേ അല്ലേ ആംബ്രല്ലേ മൂന്നാമത്തെ ഡേ ആണ്. അപ്പോൾ മൂന്നാമത്തെ ഡേ കുറച്ച് ശാന്തമായിട്ടുള്ള ഡേ ആക്കാന്ന് വിചാരിച്ചു. ഇന്നലെ നമ്മള് കർണാടക അതെ ഇന്നലെ കർണാടക എവിടൊക്കെയായിരുന്നു അതേ ക്ഷീണമുണ്ട്, കാരണം നമുക്ക് ഉറക്കം ശരിയാവുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇമ്മി വന്നിട്ട് കൂടെ, കാരണം നമ്മളെ പണ്ടത്തെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് ഞാൻ ജനിച്ച് വളർന്നത്. എന്നിട്ട് ആ വീട് പൊളിച്ചിട്ട് വേറെ വീട് ഇപ്പോൾ ഇവിടെ സെറ്റാക്കിയതാട്ടോ. ഇത് ഞാൻ ആംബ്രോ കാണിച്ചു തരാൻ വേണ്ടി വന്ന. എങ്ങനെയുണ്ട് ആംബ്രോ വീട് കണ്ടിട്ട്? കൊള്ളാം അല്ലേ? ഇനി ഉള്ളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഞാൻ റൂമൊക്കെ കാണിച്ചു തരാം, യൂസ് ചെയ്യാത്ത റൂം. കണ്ണമ്പ്രോ ഒരു ഹായ് കൊടുത്തേ. കണ്ണമ്പ്രോ ഉണ്ട് കേട്ടോ കൂടെ. അവിടെ ഒരു പൊട്ടക്കിണറല്ല കിണറുണ്ട്. അവിടെ നിന്നായിരുന്നു ആദ്യം നമ്മൾ കിണറിന്ന് വെള്ളം എടുത്തിരുന്നത്. ഇവിടെ മാവുണ്ട്, വീടുണ്ട്. ഇവിടെ ഒരു വലിയൊരു പേരക്കന്മാരുണ്ടായിരുന്നു, പക്ഷെ അത് കാണുന്നില്ല. കണ്ടില്ലേ മാവില് ഫുള്ള് മാങ്ങാണ്. അത് ശരിയാണ്, അങ്ങനല്ല. ഈ മാവില് ഫുള്ള് മാങ്ങ ഉണ്ടാവലുണ്ട് കേട്ടോ. അങ്ങനത്തെ മാവാണ്. അതെ അതെ. എവിടെ അത്തി? എന്താ സാധനം? അങ്ങോട്ട് പോണ്ട ഇടിഞ്ഞു വെക്കൂ. അത് കഴിക്കല്ലേ, ഇത് കഴിക്കുന്നൊന്നുമില്ല. ഇത് ഈമേൽ ഉണ്ടാവുന്ന വിഷക്കായാണിത്. ഒന്ന് കഴിച്ചൂടാ ചേച്ചി. എങ്ങനെയുണ്ട് വീട് കണ്ടിട്ട്? ഇവിടാണ് ഞാൻ ജനിച്ചു വളർന്നത്. പക്ഷെ ഈ വീട്ടിലല്ലേ, ഈ സ്ഥലത്താണ് വേറെ വീടായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട് അല്ലേ? കണ്ടോ ഫ്രണ്ടില് പാടം. ഇവിടെ ഇത് നിന്റെ ആലപ്പുഴയിൽ മാത്രല്ല പാടമുള്ളത്. ഓക്കേ, അതെ കണ്ടോ ഫുള്ള് നിറഞ്ഞെടുക്കുന്ന തെങ്ങ് നോക്കല്ലേ ഗൈസ്. എന്നിട്ട് തെങ്ങുക്ക് പിന്നെ കണ്ടോ വെള്ളം നിറഞ്ഞെടുക്കുന്ന കിണറ്. അയ്യോ പറങ്കാങ്ങ, നമ്മള് പറങ്കാങ്ങന്ന് പറയും. ഇനി ഇവിടെ നമ്മൾ നേരെ വിടില്ല ഇത് കഴിഞ്ഞിട്ട്. ഓ നല്ല തണുപ്പ്. നിങ്ങളെ പരിപാടി കഴിഞ്ഞില്ല ഇവിടുത്തെ? പോവില്ലേ? പോവാ ഗൈസ്, പോവാണ്. നിങ്ങൾക്ക് എന്താ വരാൻ തോന്നുന്നില്ല ഇവിടുന്ന്? എന്താ അവിടെ പരിപാടി? അതും കട്ടെടുക്കാണ് നീ? ആ തേങ്ങ വേണ്ട, അതൊന്നും ഇല്ലാത്ത തേങ്ങ. സോ ഗൈസ് വീടൊക്കെ കണ്ടിഞ്ഞ് നമ്മൾ ഇവിടെ നൈസിൽ വിടുക കേട്ടോ അല്ലേ? ഇനി ഇമ്മക്ക് വേറെ എന്തൊക്കെ പരിപാടി, നാട്ടിൽ വന്നാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പോൾ ഇനി ഇമ്മനെ കൊണ്ട് നമ്മൾ പോയിട്ട് ഇമ്മനെ എവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ആംബ്രോ. ഇന്നത്തെ ഡേ എന്താണ് പ്ലാനിങ്? കോഴിക്കോട്. അതെ, കോഴിക്കോടത്തെ ഭംഗിയാണ് നമ്മള്. അതെ, കോഴിക്കോട് ഫുഡ്, കോഴിക്കോട് ബീച്ച് നമുക്ക് കുറച്ച് ഈവനിങ് ആയിട്ട് പോവാം, അപ്പോഴാണ് അതിന്റെ ഭംഗി. അങ്ങനെ കുറച്ച് കാര്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാരും അതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതെ വീഡിയോ പരിപാടി കഴിഞ്ഞല്ലോ, ചെടി കിട്ടിയല്ലോ. അത് എവിടെ പോലും പറിക്കും. നമുക്ക് വിടാം അവിടുന്ന് അല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ പരിപാടി ഇല്ല ചെയ്യാന്? ഓക്കെ, അത് കഴിഞ്ഞ് നമ്മളെ ഇതിന് പോട്ടോ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇന്ന് ഈവനിങ് കാണാം. ഓക്കെ ബാ, എന്നാ ബാ. ഒരു സ്പോട്ടിലേക്കാ പോകുന്ന കേട്ടോ. ഇവർ അന്നേ പറയുന്നുണ്ട് ഈ സ്പോട്ടിൽ നിന്ന് കഴിക്കാം. അപ്പോൾ ആ സ്പോട്ടിൽ പോകുമ്പോഴുള്ളൊരു വ്യൂ കാണിച്ചു തരാവേ. ഇതെന്ത് പാല പ്രശ്നം? നിങ്ങൾ ഒരു വണ്ടിയേ ഉള്ളൂ കേട്ടോ, അറ്റ് ടൈം പോവുക. നോക്കി പാല കുടുങ്ങുന്നുണ്ടോ നോക്കിയേ, നല്ല രസമുണ്ടല്ലേ കാണാന്. കള്ളം ആംബർ ചാട്. ഇപ്പൊ ആംബർ ഇവിടെ ചാടി 2 ലക്ഷം വരും. വേണ്ട, നല്ല ഒഴുക്കുണ്ട് കേട്ടോ, ഒഴുക്കുണ്ട്. വാ നല്ല രസമുണ്ട് കാണാൻ. ആംബ്രോ ഒന്ന് പുലിയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് അല്ലേ ആംബ്രോ? വയനാട്ടിൽ പോയത് പുലിന്റെ സ്കിന്നത്. അല്ലാതെ സീനാട്ട് ആംബ്രോ, ആരെ കണ്ട സീനാവേ ഗൈസ്. ഇത് ആരോട് പറയരുത് കേട്ടോ പ്ലീസ്. ആംബ്രോ പാവമാണ്. അവിടെ സ്വാഗതം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വിടാം, എന്നിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാം അല്ലേ? അത് നമ്മൾ കോഴിക്കോടൻ ടൈപ്പ് ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ചുട്ട് കഴിക്കാനൊക്കെ പ്ലാൻ ഉണ്ട് അല്ലേ കാണാം ബ്രോ? യെസ്, നമ്മൾ ചന്ദ്രേട്ടന്റെ ചായക്കടയിലേക്ക് കേട്ടോ വന്നത്. സോ ഗൈസ് ഇവിടുന്ന് നമ്മളിങ്ങനെ നടന്നു പോകണം അല്ലേ? കാർ അവിടെ പാർക്ക് ചെയ്തിട്ടോ. ഇവിടെ നടന്നു പോകണം. ഇങ്ങനത്തെ ഒരു ഇടവഴി കൂടിയാണ് നടക്കണ്ടേ. ഗൈസ് ഞാൻ എൻ്റെ ക്രോക്സ് മാറ്റി ഞാൻ ഹീലിലേക്ക് മാറി കേട്ടോ. പൊടിതാണല്ലേ സ്ഥലം? ഓക്കെ, ആര് ചായക്കടയിരുന്നത്? ആ ചന്ദ്രേട്ടന്റെ ചായക്കട കേട്ടോ. കൊള്ളാം, ഒരു ഓൾഡ് സെറ്റപ്പാണ്. സോ ഗൈസ് നമ്മൾ ചോറാണ് കഴിക്കുന്നത്. വേണ്ട ചോറ് മതി.
ആംബ്രോ ഇപ്പൊ ഫുള്ള് ചോറ് തീറ്റ കേട്ടോ ആംബ്രോ. ചെമ്പല്ലി ഇല്ലല്ലോ ഇന്നലെ നമ്മള് കഴിച്ചേ. പക്ഷെ ഇന്ന് പെട്ടെന്ന് ഉച്ചായിട്ട് ആംബ്രോ അല്ലേ? പെട്ടെന്ന് ഉച്ചായില്ലേ? ആംബ്രോ എന്താണ്? അയില പൊരിച്ചതാ? ടേസ്റ്റ് ഉണ്ടോ? എന്ത് ഈ സെയിം ഡയലോഗ് തന്നെ എന്നാലും ഞാൻ അടിച്ച. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കില്ല അപ്പൊ അയില വരുന്നുണ്ട്. ഓക്കെ ആംബ്രോ നീ ആരെ തൂക്കാൻ പോകുന്ന? എന്ത്? ഓ സൈഡ് ഡിഷ് സൈഡിൽ ഇങ്ങനെ വെക്കുന്ന ഓരോ സാധനം. ചേട്ടാ കുറച്ച് സാമ്പാർ വേണേ. കിട്ടിയ എന്റെ തൂക്ക് മുളക. ആ കൂന്തൽ കഴിക്കട്ടെ. ഇതെവിടെ? ഓക്കെ ചൂടുണ്ടോ? ഓ ഉണ്ടോ. ഫ്രീസറിൽ വെക്കണോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ എനിക്ക് എത്ര കൊണ്ട് കൂന്തലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ ഗൈസ് നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. വയറ് നിറഞ്ഞില്ല ആംബ്രോ? അതെ കഴിച്ചിട്ട് കോഴിക്കോട് വന്നാല് ഹൈലൈറ്റ് മാളിൽ കയറണം അല്ലേ? അപ്പൊ അതിലൊരു മോശമാണ്. സോ നമ്മൾ മൂന്നാൾക്കൂടെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് മാളിൽ കയറാൻ വിചാരിച്ചു. പിന്നെ നമുക്ക് അവിടെ നമ്മളൊരു ഫ്രണ്ടിനെ കൂടി മീറ്റ് ചെയ്യാണ്ട് അല്ലേ? അപ്പത്തേക്ക് അതെ ആക്കു ചേച്ചി പറഞ്ഞൊരു ചേച്ചി മീറ്റ് ചെയ്യാണ്ട് അപ്പത്തേ ആളൊന്ന് ഫ്രീ ആവും. സോ നമുക്ക് ഹൈലൈറ്റ് പോവാം. എത്തിയില്ലേ? നമ്മളങ്ങനെ ഹൈലൈറ്റിൽ എത്തിയിരിക്കുന്നു. ആംബ്രോ ഇതൊരു ഹൈലൈറ്റ് വന്നില്ല അല്ലേ? ഓ ഞാൻ ഈ ഒരു പാർക്കിംഗ് സെക്ഷനിലേക്ക് ഇതുവരെ വന്നില്ല തോന്നിട്ടോ. ഓർമ്മയിൽ വന്നിട്ടില്ല. ഓർമ്മയില്ലാതെ ചിലപ്പോ വന്നിട്ടുണ്ടാവും. ഗൈസ് ഈ ആംബ്രോയുടെ ഫേസ് മാത്രം ഇങ്ങനെ ഗ്ലോ ആയിരിക്കുന്നത്. ആംബ്രോ സത്യം എന്താ ചെയ്യുന്നത്? ഓക്കെ ഗൈസ് നമ്മൾ ചുമ്മാ വെസ്റ്റ് സൈഡ് കയറി കേട്ടോ. ചുമ്മാ ഡ്രസ്സുകൾ നോക്കാൻ. എടുത്തോണ്ട് പോവാം. ആംബ്രോ എല്ലാ കുരുത്തക്കേടും ഒപ്പിക്കല്ലോ നീലേ. നമ്മൾ പോവല്ലേ? അതല്ലേ നമ്മൾ പോയിട്ടാണ് പരിപാടി. നമ്മൾ ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് അല്ലേ? അല്ലെ എന്റെ സ്പെഷ്യൽ ബിരിയാണി ഞാൻ വെച്ച് തരാൻ പോകും. സ്ഥലത്തിന്റെ പേരെന്താണ്? ചാലിയം പുലിമൂട് പറഞ്ഞ സ്ഥലത്തോട്ട് പോന്ന. പക്ഷെ ഭയങ്കര വെയിലാണ്. ഇത് കണ്ടോ? അപ്പുറത്തും കടലാണ്. കടലിന് നടുക്കൂടെയുള്ള പാതയാണ് അല്ലേ ഇത്? അതിന്റെ അപ്പുറത്ത് എന്താണ്? ബേപ്പൂര് അല്ലേ? നല്ല ആണ്ട് വലിയ മറ്റേ ഷിപ്പില്ലേ ഈ ചരക്കൊണ്ടോടെ ലോങ് ഉണ്ടല്ലേ നടക്കാന്? ഇതെന്താ ഇവിടെ എന്തേലും ഉണ്ടോ? കാരണം എനിക്ക് കാണുമ്പോ അപ്പുറത്തേക്ക് വേറെ ഇതായി തോന്നുന്നു. അവിടെ കുറച്ചുകൂടി ഒരു ഒഴുക്കുള്ള പോലെ ഫീൽ ചെയ്യുന്നു. കൊള്ളാലേ സെറ്റപ്പ് ആക്കിനാവും. എനിക്ക് ഇഷ്ടട്ടോ അവിടെ നേരെ കാണുന്ന ആ പാത പോലെ തന്നെ ഉള്ള ഒരു പാത ആട്ടെ ഇത്. എനിക്ക് അറിയില്ലായിരുന്നു. മനസ്സിലായി. ഹലോ നമുക്ക് അവിടെ പോകാം. ഇവര് വണ്ടി എടുക്കുമ്പോ അങ്ങോട്ടെങ്ങാനും വീണ് പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞാൻ ഹീലിൽ കൂടി ഇട്ടെങ്കിൽ നീ എന്തായാലും ഹീലിട്ടിട്ട്. അതാണ് കോഴിക്കോട് ടൗൺ അല്ലേ? പൊരിഞ്ഞ വെയിലാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് കടുക്ക ബസാർ എന്നാട്ടോ. ഈ കടുക്ക പറഞ്ഞാലാണ് കല്ലുമക്കായ. കടുക്കയുടെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളതാണ് കല്ലുമക്കായ. അപ്പൊ നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? അപ്പൊ ഇവിടെ കടുക്ക കിട്ടുന്ന സ്ഥലമാണ് അങ്ങനെ പറഞ്ഞേ. ഓ അതുകൊണ്ടാണ്. ആംബ്രോ കല്ലുമക്കായ കഴിച്ചണോ? എത്രയോ വട്ടം കഴിച്ചു. ഞാനും കല്ലുമക്കായ കഴിച്ചു കേട്ടോ. നമുക്ക് കല്ലുമക്കായ കഴിച്ചാലോ? കല്ലുമക്കായ അല്ല കടുക്ക. കല്ലുമക്കായ പറഞ്ഞ നിറച്ചതാണ് കല്ലുമക്കായ. കടുക്ക. നിങ്ങൾ അവിടെ എന്താണ് കടുക്ക പറയുന്നത്? കണ്ണമ്പ്രോ പറയുന്നത്
പറയുന്നത് കടുക്ക പറഞ്ഞ തെറിന്നാണ്. ചില സ്ഥലത്ത് ബാഡ് വേർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, തിരുവനന്തപുരം മുഖത്തേക്ക് അങ്ങനെയാണ് തോന്നുന്നുണ്ട്. എനിക്കറിയത്തില്ല, നമ്മളിവിടെ കടുക്കാന്ന് പറയും. മലപ്പുറം, ഇത് കോഴിക്കോട്. അതേപോലെ ഇത് പുഴ, ഇത് കടല്. കൊള്ളാട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് ട്രെയിൻ പോകുന്ന പാലല്ലേ. എന്തോരം മീനുകൾ അവിടെ. ഇതൊക്കെ വലയിട്ട് ഞാൻ പിടിക്കും. ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ കണ്ണന്റെ വീട്ടിലാട്ടോ. ഇവിടെ എന്താ പരിപാടി? അതെ, ചിക്കൻ വറുക്ക് ചെറുതായി നമ്മൾ അവിടെ തീ കൂട്ടാൻ പോയല്ലേ. പുറത്ത് അടുപ്പ് കൂട്ടിട്ട് പുറത്തുനിന്ന് ഉണ്ടാക്കാനാണ് പ്ലാൻ അല്ലേ. ഇവിടെ ഒരു കുന്നുണ്ട്, അതിന്റെ മേളിൽ പോണം. അതെ 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 അതെ, ഫോട്ടോസ് ഒക്കെ എടുക്കണം. അതെ അതെ, അതുകൊണ്ട് കോഴിക്കോട് ബീച്ചിൽ പോകണം. അതെ അതെ, എന്നിട്ട് ഫുഡ് കഴിക്കണം, അവിടെ ഫുഡ് കഴിക്കണം. അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ടീമൊക്കെ ചിക്കനെ കൊണ്ടുവന്നില്ലേ. അടുപ്പ് കൂട്ടി ചിരട്ടൊക്കെ ഇവിടെ കൊണ്ടുവച്ചിന് കേട്ടോ. ഇവിടെ അടുപ്പ് കൂട്ടുന്നേ, ഇവിടെ അടുപ്പ് കൂട്ടാൻ പോവാ ഗൈസ്. യെസ്, എന്താണ് ആംബർ, നീ ഒരു ജിമ്മറല്ലേ എടുക്കണ്ടേ? അവരെടുക്കാൻ പറ്റുമോ? ആംബർ പറ്റുമോ? ജിമ്മത്തെ വെയിറ്റ് മാത്രമേ പൊക്കാൻ പറ്റുള്ളൂ. അല്ലാ, ഞാനെടുക്കാം. നമുക്ക് ഈ കല്ലൊക്കെ പറ്റുള്ളൂ എടുത്ത് കൊടുക്കാൻ. ആ കല്ലെങ്കിൽ നമ്മൾ എടുത്ത് കൊടുക്കുന്നു. എവിടാണ്? ശരിടാ, എന്താ ഞാനൊരു കല്ല് എടുത്തിട്ടുണ്ടേ. ത്രികോണ മധ്യേ മൂലബിന്ദു തുരുമ്പി, എന്താ തുരുമ്പിയ? ദുജേ ഗുജേ ബുജേ. വികല നമ്മള് ഫുള്ള് പ്രകൃതിന്നുള്ള സാധനം വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ എങ്ങനെ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ആൾക്കാർ കുക്ക് ചെയ്യുക? അല്ല, പിന്നെ എങ്ങനെ കുക്ക് ചെയ്യുക? അടുപ്പ് വെക്കുമ്പോ ആൾക്കാര് അതല്ല, പിന്നെ ഓല എന്നൊക്കെ തന്നെ എല്ലാരും കുക്ക് ചെയ്യും. ഓല, ചിരട്ട, ഇങ്ങനെ അടുപ്പ് വെക്കുമ്പോ എല്ലാം ഇങ്ങനത്തെ യൂസ് ചെയ്തിട്ടാണ്. ഫുള്ള് പരികാശ്. ഇതാണ് ആര്യവേപ്പിലാട്ടോ, കയ്പുള്ള ഇല. കുട്ടിക്കഞ്ഞി വെച്ചപ്പോ എന്ത് കുട്ടിക്കഞ്ഞോ? കുഞ്ഞില് ചോറൊക്കെ ഉണ്ടാക്കില്ല പിള്ളേര്. ആണോ? നീ അങ്ങനെ കഴിക്കലുണ്ട്? ഞാൻ പിന്നെ ക്രോക്സ് ഇട്ടിട്ടാ, ഹീൽ ഊരിച്ചിട്ട് ക്രോക്സിലേക്ക് മാറിയേ. അവരവിടെ സെറ്റ് ചെയ്യട്ടെ. ഉമ്മ ഇവിടെ പാട്ടും കേട്ടിരിക്കട്ടെ. ഹായ് ബ്രോ. കൊള്ളാല്ലേ? അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്റെ ഗ്ലാസ് കൂടി ഉണ്ടെങ്കിൽ സെറ്റ് ആയനെ. ഇന്ന് ഇവിടെ നമ്മള് വൈബാക്കാൻ പോയല്ലേ. കത്തിക്കൂടെ ഫുഡ് കത്തി പോകുന്ന ഫുഡ് വെക്കുന്നതിൽ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ഉണ്ട്. സോ വെയിലത്തും തന്നെ പോയി മേടിക്കാൻ പോവാണ്. അപ്പം ഞാനും ആംബർ കൂടി പോയി മേടിക്കാൻ വിചാരിച്ചു. അങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യട്ടെ. സോ വെളിച്ചെണ്ണ, ഉപ്പ്, പിന്നെ അങ്ങനത്തെ എന്തൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഇവിടെ അടുത്ത് തന്നെ കേട്ടോ. അപ്പം നമ്മൾ ആ ബൈക്ക് എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. പറയില്ല യോക്കി. ലിറ്റർ വെളിച്ചെണ്ണ. വേറെ എന്ത് വേണം ബ്രോ നിങ്ങൾക്ക്? ഓ പറഞ്ഞു ഒരു പൊടിപ്പ്. എനിക്ക് 2 ലോലിപ്പോപ്പ്, പച്ചയും പിന്നെ ലെമണും 2 ചിക്കൻ
ഇതെന്ത് ചിക്കനാ? ഇതെന്ത് ചിക്കനാ? ബ്രോയിലറാ? ഓ, ഇത് ഫുള്ള് എന്നിട്ട് പൊരിക്കാൻ പോവാ? അപ്പൊ നമ്മളൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം. ഓക്കെ. അവിടെ അത് അവർ കായം തേച്ച് ടേസ്റ്റ് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. ആ കായൊക്കെ അതിൽ പിടിക്കണ്ടേ, പിന്നെ എണ്ണ ഒക്കെ ചൂടാണോ? ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബൈക്ക് എടുത്ത് നോക്കിയേ, കണ്ടോ അവിടെ നിന്ന് കിടക്കുന്നതാണ് മലപ്പുറം. ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. ഇത് കോഴിക്കോട്, അത് മലപ്പുറം. ഫുള്ള് കണ്ടൽക്കാടാട്ടോ. ഇവര് വണ്ടി എടുത്തിട്ടില്ലേ അതിന്റെ ഉള്ളിൽ കൂടി പോകൂലേ? അങ്ങനെ പോകണ്ട. പക്ഷെ ഞാനാ പറഞ്ഞു വേണ്ട എന്നിട്ട്, ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചുകൊണ്ട്. ഒന്നാമത് ഇപ്പൊ മഴ ഇതൊക്കെ അല്ലേ, വേറെ ഡേ ആക്കാം. പക്ഷെ നല്ല വൈബായിരിക്കില്ല അതിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകുമ്പോ. ഇപ്പൊ ഇവിടുന്ന് ഒരു ട്രെയിൻ പോയിട്ടു അല്ലേ? ഈ പാലം ആദ്യം പൊളിഞ്ഞു വീണതാ. എന്നിട്ട് 52 എത്ര പേര് മരിച്ചൊരു പാലാട്ടോ, മരിച്ചപ്പോ. എന്നിട്ട് ഇതിപ്പോ പുതിയത് ഉണ്ടാക്കിയതാ അല്ലേ, കടലുണ്ടി പാലം. ഓ, എത്ര 2000-ലാണ്? അതിന് മുമ്പ് അല്ലേ? ഓക്കെ. ഇപ്പൊ ഒരു നമ്മള് ചെറുതായിട്ട് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ട്രെയിൻ കേട്ടോ. ഇപ്പൊ പോകും തോന്നുന്നു. വരുന്നുണ്ട്. ില്ലേ കാണാന്? സെറ്റ്. ട്രെയിനായി നല്ല സ്പീഡാണ്. ഇവിടെ ഒരു പാലുള്ളൂ. ഗൈസ്, നമ്മൾ കുക്ക് ചെയ്യുന്നതൊക്കെ ഉരുളിയിലാട്ടോ. ഉരുളി കമഴ്ത്തുക, മറ്റേ മീശമാധവനിലൊക്കെ ഉരുളി കിട്ടില്ല, ഉരുളി കേട്ടോ. ചിക്കൻ ഇവിടെ ഉണ്ട്. ഞാൻ നേരെ പോയി ഇമെയിലട്ടി ഇരുന്നത്, ഞാൻ കണ്ടില്ലേ ചിക്കൻ ഇവിടെ ഉള്ള കാര്യം. ചിക്കൻ ഉണ്ട്. അതിന്റെ ഉപ്പ് നോക്കട്ടെ. ഉപ്പും കൊടുക്ക്. ഉപ്പ് നോക്കുമ്പോ ഇതെന്തെല്ലാത്തിനും പോയി ഞാന്. ഉപ്പുണ്ടോ? നല്ല ഉപ്പുണ്ടോ? ടച്ച്. ഓ, ഇത് സെറ്റാ. നല്ല ഉപ്പുണ്ട്. ഓ, നല്ല മസാല. എന്താണ് ഷെഫ്? നമ്മളെ ഷെഫ് ഇതാ. തിരക്കില്ലേ? ഓക്കേ. ഉരുളിയിൽ പൊരിച്ച ചിക്കൻ. ഓ, ആംബ്ര പോസ്റ്റ് ഇട്ടിട്ട് എടുക്കായിരുന്നു അല്ലേ? സോറി, ഞാൻ ആംബ്രൊന്നും എടുത്തില്ല. അതെ, കൈ കൊള്ളണ്ട. ഇളക്കല്ലേ. ഞാൻ ഈ വീട്ടില് പണിയെടുക്കുന്നുള്ളൂ കേട്ടോ, വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല. ചിക്കനൊക്കെ കൊണ്ട് എടുക്കട്ടെ. എത്ര ചിക്കൻ വേണം ചേട്ടാ? ഒരു 4-5 എണ്ണം. എത്ര രൂപയാ? 200 രൂപയാ ഒരു കിലോക്ക്? എത്ര? 1 കിലോ. അതെന്ത്? മീൻ മേടിക്കല്ലേ? മീൻ മേടിക്കാം. ഫേവറേറ്റ് സാധനം അവിടെ കിടക്കുന്നു. വേറെ ആരെങ്കിലും ഉണ്ടോ ലെഗിന് മത്സരിക്കാനുണ്ടോ? ഞാൻ ലെഗ് ആദ്യം എടുക്കും. ചൂടാറട്ടെ. എവിടെ ലെഗിന്? ഉപ്പുണ്ട്, പാകുപ്പ്. എനിക്ക് പറ്റും ഉപ്പ് ഇതില്. അപ്പൊ ഞാൻ തന്നെ ഷെഫായിട്ട് ഫസ്റ്റ് പീസ് ഞാൻ തന്നെ കഴിക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ ഇത്. ഓക്കെ, ലെഗ് പീസ് ഞാൻ പിടിച്ചിട്ടാ.
പയ്യെ കഴിച്ചാ മതി. എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ട്. മെയിൻ ഷെഫ്, ഞാൻ അസിസ്റ്റന്റ് ആണ്. 100 ആൾക്ക് 150 ഒരു 1000 ആൾക്കുള്ള ബിരിയാണി വരെ നല്ല കോഴിക്കോടൻ ലെഗൺ ബിരിയാണി. അതെ, കോഴിക്കോടുകാരല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഗൈസ്, നമ്മൾ ഇനി ജസ്റ്റ് കുന്നുമ്മ പോവാ അല്ലേ? കുന്നിന്റെ മുകളിൽ പോവുകയാണ് സൺസെറ്റ് കാണാൻ. സോ ആംബ്രം മുണ്ടെടുത്തിട്ടൊക്കെയാണ് പോകുന്നത്. ഇതാണ് മുണ്ട്, കളർഫുൾ മുണ്ടെടുത്തിട്ട് ആംബ്രം മല കേറത്തുള്ളൂ. സൗണ്ട് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നാണ്. നമ്മളെ കണ്ണൻ ബ്രോ ആണ് സൺസെറ്റ് കാണാൻ പറഞ്ഞത്. പക്ഷെ സണ്ണ് പോയാ? സണ്ണ് പോയി ഉണ്ടാവുന്ന നോക്ക പോയി. സണ്ണ് പോയി തോന്നുന്നു ഗൈസ്. കോടയും കിട്ടിയില്ല, ആ സണ്ണും കിട്ടില്ല. പക്ഷെ കുഴപ്പമില്ലേ, നോക്കെന്തായാലും. ഇതൊരു ടോപ്പിലെട്ടപ്പോ വന്നിരിക്കുന്ന കർണാടകയിലുള്ള സ്കൈ വേറെ തന്നെയല്ലേ ബ്രോ? സ്റ്റേറ്റ് വിട്ടില്ല. അതെ ആംബ്രോ മുണ്ടൊക്കെ എടുത്തിട്ടാട്ടോ ആംബ്രോ. മുണ്ട് സ്കൈ കാണാൻ വേണ്ടി മുണ്ടെന്തിനാ? ആംബ്രോ പിന്നെ ഇതാ ഡ്രസ് മാറുത്. എന്താണ് ആംബ്രോ, നമ്മളെല്ലാരും സെയിം ഡ്രസ്, നീ 3-4 ഡ്രസ് മാറുന്നു. സൂര്യനൊക്കെ പോയി ഗൈസ്. നമ്മൾ ഏതായാലും വന്നപ്പോ ഇവിടെ കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു ഫുട്ബോൾ കളിക്കാന്നല്ലേ. നമ്മൾ ഏതായാലും 1, 2, 3, 4 പേരുണ്ടല്ലോ ഫുട്ബോൾ കളിക്കുക. എന്നെ അറിയുന്നവരാ, നമ്മൾ ചെറിയ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. അപ്പൊ ഫുട്ബോൾ 4 സണ്ണ് അടുത്ത പ്രാവശ്യം. ഓക്കെ ശിവല്ലോ പാസ് ഇങ്ങോട്ട് അടുത്തേക്കാടാ, വാ അടുത്തേക്ക് വാ. ടെക്നിക്സ് ജഗിളയാണ്. അല്ലല്ല 1, 2, 3, 4, 5, 6 പോയി തലോണ്ട് മാത്രം ഇങ്ങനെ ഹെഡ് ചെയ്ത് കളിച്ചത്. എടാ നിങ്ങക്കില്ലേ ഡ്യൂട്ടി ചേച്ചിനെ അറിയില്ലേ? ഡ്യൂട്ടി ചേച്ചിനെ അറിയില്ലേ? ചേച്ചീനെ കണ്ടപ്പോഴാ പറഞ്ഞത്. വേറെ
കളിക്കറിയോ? സമ്മതം അറിയാ. എന്നാ കളിക്കാൻ പോയിട്ട് കണ്ട അവരെ കൂക്ക് സെറ്റാ. ഓ സൺസെറ്റ് കാണാൻ പറ്റില്ലെങ്കിൽ എന്താ, സൺസെറ്റിന് സണ്ണിനെ പോലത്തെ റൗണ്ടുള്ള ഒരു ഫുട്ബോൾ കളിക്കാനായി. എന്റെ പേരെന്താ? ആൽബിൻ. നിന്റെ പേരെന്താ? ആ ആര്യൻ. എന്തിനാ ഞാനെന്ത് ചെയ്യാനെന്നിട്ട് എനിക്ക് അറിയില്ല. ഫുട്ബോൾ ക്രിക്കറ്റ് ആണ് ഞാൻ. ആരെ ഫാൻസാ ഇല്ല കണ്ടോ? അപ്പൊ ആരെ ഫാൻസാ? അപ്പൊ അല്ലേ ന്യായമായിട്ടുള്ള കാര്യം ആരതാണ് ഫാൻസ്? ക്രിക്കറ്റ് ആണ് ഞാൻ 6 അടിച്ചേനെ. അത് ശരിയാ. എന്ത് വണ്ടി ഞാൻ 6 അടിക്കും, സത്യം ഞാൻ 6 അടിക്കേ. ആയിക്കോട്ടെ. എൻജോയ് മടി, എൻജോയ് മടി. ഇപ്പൊ കാണാൻ പോകുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫറൂഖ് പാലം അല്ലേ? ഫറൂഖ് പാലം. ഓ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് അതിന്റെ അടുത്തൂടെയാണ് ട്രെയിനും പോകുന്നത്. ഗ്രീൻ ലൈറ്റ് കത്തി. ഇതാണ് ഫറൂഖ് പാലം. ഭംഗിയില്ലേ? ഭംഗിയിട്ടുണ്ട് കാണാന്. ഓ കൊള്ളാം. നല്ല രസമുണ്ടല്ലേ? ഇതെന്തിനാ ഇങ്ങനെ വെച്ചെന്നറിയോ? ഒരുപാടുണ്ട്. നോക്കി എന്തൊരു ആൾക്കാരാണത്. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ടൈമിൽ വരുന്നത്. നമ്മൾ നിക്കുന്ന ഈ ഭാഗത്തോട്ടോ തിര വലിഞ്ഞു തോന്നില്ലേ? കാരണം തിര കാണുന്നില്ല, ഒരു തിര പോലെ അടിക്കില്ല. നമുക്ക് എന്താ ചെയ്യാ, നമുക്ക് ചെറിയ ഐസ് കഴിക്കാം. ചെറിയ ഐസ് അടുത്ത പ്രാവശ്യം ആട്ടോ. സ്റ്റോറിയൊക്കെ ആയിട്ടേ ഇടാനൊക്കെ ഉണ്ട്. മധുരം ഒന്നിൽ കുറച്ച് മതിയാ? മതി മതി മതിയാ. അതിട്ടോ കുറച്ച് കൂടുതലിട്ടോ. ഓക്കെ. സെയിം എക്സ്പ്രഷൻ. കുറച്ചുകൂടി കസ്കസേ. ഓക്കെ cheers. Cheers.
തെര എവിടെ വരെ വരും പറയണേ. വരുന്നുണ്ട്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് ഇവിടെ. ഓ ഞാനാ ജയിച്ചത്. അടുത്ത തര ഞാൻ പറയുന്നു. ഇവിടെ ഇവിടെ അടിച്ചാള് നീ പറഞ്ഞു ഇവിടെ വരുള്ളൂ. ഇവിടെ വരുള്ളൂ. കുരുവിയാ. ഓക്കെ ഇവിടെ ഞണ്ട് കുരുവിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയല്ലേ. ഓക്കെ